ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര ഇനി നിധിയെ ഞാൻ പുറത്തിറക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഗൗതമിനോട് ഞാൻ പറയും, അവളെ ഒഴിവാക്കണം എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. പിന്നീട് ശിവാനിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് വസുന്ധര നേരെ ഗൗതമിനെ വിളിക്കുകയാണ്. ഗൗതമാണെങ്കിലോ വക്കീലിനെ കണ്ട് തിരികെ വരുന്ന ആ സമയമായിരിക്കും. അപ്പോൾ ഇവരുടെ ഫോൺ കാണുമ്പോൾ വസുന്ധരാമയാണല്ലോ, എന്തിനാണ് ഇപ്പോൾ ഇവർ എനിക്ക് വിളിക്കുന്നത് എന്ന ആ ഭാവത്തോടു കൂടി ഗൗതം എടുക്കുന്നു കേട്ടോ. അങ്ങനെ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചോടും തന്നെ, മോനെ നീ എന്താ എന്നോട് ഇത്ര ദേഷ്യത്തിൽ സംസാരിക്കണ്ടേ? പിന്നെ ഞാൻ നിങ്ങളോട് സന്തോഷത്തിൽ സംസാരിക്കാം, കൈകൊട്ടി ചിരിച്ച് സംസാരിക്കാൻ. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ഭാര്യയെ ജയിലിലടച്ചതിൽ പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊടുന്നെ. മോനെ ഇങ്ങനെയൊന്നും പറയാതെ, അവളെക്കുറിച്ച് ഒരു കാര്യം പറയാൻ തന്നെ ഞാൻ വിളിച്ചത്. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അവളെക്കുറിച്ച് പറയാനുള്ളത്? അവളെ ജയിലിലടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ നിങ്ങളിലുള്ളൂ എന്നിങ്ങനെ വസുന്ധരയോട് ഗൗതം പറഞ്ഞുകൊടുന്നെ ഗൗതമിനോട് പറയാണ്, ഞാൻ അവളെ പുറത്തിറക്കാം, നിന്നെ സഹായിക്കാം. നീ അവളെ പുറത്തിറക്കാനുള്ള ആ തത്രപ്പാടിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ സഹായിക്കാം എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഗൗതം, നിന്നെ എനിക്കൊന്ന് കാണണം. ശരിയെന്നും പറഞ്ഞ് ഗൗതം ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ശിവാനി ടെറസിന് മുകളിൽ പ്രകൃതി കാണാണ്. നിലാവ് വെളിച്ചത്ത് താൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ സമയത്ത് തൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുളിര് തന്നെ കയറിയിരിക്കുന്നു. കാരണം നിധി അവൾ എന്നേക്കുമായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ഈശ്വരമംഗലത്തിലെ എല്ലാ സ്വത്തിൻ്റെ അവകാശം ഞാൻ, ഗൗതമെന്ന് അവനെയും അടിച്ചു പുറത്താക്കിയല്ലോ. ഇനി എന്തായാലും ഗൗതം വരില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഒരേ ഒരു മരുമകൾ ഞാനാണ് എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ മുന്നിലോട്ട് പാറു കാണാൻ ഒരു ഗ്ലാസ് പാലുമായി വരുന്നത്. അത് കാണുന്ന ശിവാനിക്കെല്ലാം മനസ്സിലായിട്ടോ. പാറുവിൻ്റെ ആ പാല് കാണുമ്പോൾ ഉടൻ തന്നെ ശിവാനി, ആഹാ ഇതെന്താ എനിക്ക് പാല് കൊണ്ടുവന്നിരിക്കുന്നത്? അതേ മോളെ, നീ ഒരു ഗ്ലാസ് പാല് കുടിക്ക്. അല്ല ഇതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു പാല് കുടിപ്പിക്കൽ? അത് കേട്ട ഉടൻ തന്നെ പാറു ഇങ്ങനെ തപ്പിപ്പിടിച്ചും കൊണ്ട്, മോളെ എന്താണെങ്കിലും എൻ്റെ പാറു അമ്മേ നിങ്ങൾ പറഞ്ഞോളൂ എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയണേ, മോളെ നിധി ഒരു പാവമാണ്, അവൾ നിൻ്റെ അമ്മാവിൻ്റെ മകളല്ലേ, അതുമാത്രമല്ല ഗൗതമിൻ്റെ ഭാര്യയുമാണ്, അത് രണ്ടും നീ ആലോചിക്കണ്ടേ. അത് കേട്ട ഉടനെ, ആഹാ നിങ്ങൾ വീണ്ടും നിധിക്ക് സപ്പോർട്ട് പറയാൻ വന്നിരിക്കുകയാണോ? അത് കേട്ട ഉടനെ തന്നെ പാറു പറയണേ, അങ്ങനെയൊന്നും പറയാതെ മോളെ, അവളൊരു തെറ്റും ചെയ്തില്ല, അവൾ തെറ്റ് ചെയ്തില്ല, എനിക്ക് മയക്ക് തന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരു അമ്മയാവുന്നത്? നിങ്ങളുടെ മകരല്ലേ ഈ പറയുന്ന പ്രണവ്, അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിടുന്ന എന്നോട് എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു? എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? കാരണം ആ മയക്ക് എനിക്ക് കുറച്ച് അധികം കുടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് എന്തായിരുന്നു, എൻ്റെ മക്കൾ എന്തായിരുന്നു, അതൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ പാറു പറയണം, മോളെ അവളതൊക്കെ ചെയ്തത് നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും എന്തിന് എന്നെ കൊല്ലാനോ എൻ്റെ മക്കളെ നശിപ്പിക്കാനോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് കേട്ടിട തന്നെ പാറു പറയണം, മോളെ ഗൗതമിൻ്റെ കാര്യമൊന്നും നീ ആലോചിക്ക്. അവൻ ഒറ്റയ്ക്കുള്ള ഒരാളായി പോയില്ല, അവന് ആരും ഇല്ലാത്തതുപോലെ ആയില്ല. അവൻ്റെ ഭാര്യ ജയിലിനുള്ളിലായിക്കഴിഞ്ഞാൽ തീർച്ചയായും നീ ഒന്ന് വാപ്പസ് വാങ്ങ്. കാരണം അവളെ രക്ഷിക്ക്, അവൾ പാവമാണ്, അവൾ നിൻ്റെ അമ്മാവൻ്റെ മകളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾക്ക് പ്രണവിൻ്റെ കുഞ്ഞുങ്ങൾ നശിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല, പ്രണവിൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചാലും വേണ്ടില്ല, ഗൗതമിൻ്റെ ഭാര്യ, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെ നിങ്ങൾക്കതിന് സാധിക്കുന്നു എന്ന് പറഞ്ഞ് ഒച്ചെടുക്കുമ്പോൾ പ്രണവ് അങ്ങോട്ടേക്ക് കയറി വരേണ്ട. അങ്ങനെ പ്രണവിനെ കാണുന്ന പാറു ആകെ ഞെട്ടിപ്പോവാണ്. ഗൗതം പറഞ്ഞ ആ വാക്ക് ചിന്തിക്കാണ്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ്, നിങ്ങളുടെ ശബ്ദം താഴോട്ട് കേൾക്കാനുണ്ട്, മതി നിർത്തി കേൾക്ക്. എന്തൊരു ശബ്ദമാണ്, എന്തിനാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രണവ്, നീ നിൻ്റെ അമ്മയോട് തന്നെ ചോദിക്ക്, നീ നിൻ്റെ അമ്മ പറയുന്നത് കേൾക്ക്. അത് കേട്ട ഉടനെ, എന്താ അമ്മ നിങ്ങളുടെ പ്രശ്നം? അത് പിന്നെ നിൻ്റെ അമ്മ എന്നോട് പറയാണ്, നിധിക്ക് എതിരെയുള്ള കേസ് അത് പിൻവലിക്കാൻ. അതെങ്ങനെ കഴിയും ഗൗതം? നിൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഈ പറയുന്ന നിധി നശിപ്പിക്കാൻ നോക്കിയത്. നിൻ്റെ അമ്മക്ക് നമ്മുടെ കുഞ്ഞ് പോയാലും വേണ്ടില്ല, നിധി പുറത്തിറങ്ങണമെന്നാണ്. അത് കേട്ടോടെ തന്നെ പാറു പറയണം, മോനെ നിൻ്റെ ഏട്ടത്തിയെ നിനക്ക് നന്നായി അറിയില്ലേ, ഒരിക്കലും നിൻ്റെ ഏട്ടത്തി നിന്നോടൊരു തെറ്റ് ചെയ്യില്ല. നീ എന്ന് വെച്ചാൽ അവൾക്ക് അത്രയും ജീവനാണ്, നിൻ്റെ നല്ലതിന് വേണ്ടിയാണ്. അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്ത് നല്ലതാണ് കുഞ്ഞുങ്ങളെ കളയുന്നത്? പ്രണവിന് ഇത്ര നല്ല കാര്യമാണ്. അത് കേട്ടോടെ തന്നെ പ്രണവ് പറയണേ, അമ്മേ എനിക്ക് ഏട്ടത്തിയെ കാണാൻ പോകണം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ് മോനെ, നീ കാണണം, എങ്കിൽ മാത്രമാണ് നിനക്ക് അവളിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് കേൾക്കുന്ന ശിവാനിയുടെ നെഞ്ചിടിപ്പ് തുടങ്ങിയിട്ടോ. പ്രണവ്, നീ എന്തിനാ അവളെ കാണാൻ പോകണം? എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയവളെ എനിക്ക് നേരിട്ട് ചോദ്യം ചെയ്യണം. ഇത്രയും നാളും ഏട്ടത്തി എന്ന് പറഞ്ഞ് നടന്ന ആ നാവ് കൊണ്ട് തന്നെ എനിക്ക് 4 വാക്കുകൾ പറയണം എന്നൊക്കെ പറയുമ്പോൾ പാറു പറയണേ, നീ ചെന്ന് കാണ്, അപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും. അവളൊരു തെറ്റ് ചെയ്തിട്ടില്ല, അവളൊരു പാവമാണ്, അവൾ തെറ്റ് ചെയ്തിട്ടില്ല, അവൾ
മയക്ക് കൊടുത്തിട്ടില്ല എന്നൊക്കെ ശിവാനി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പാറു അത് പിന്നെ അതൊക്കെ പ്രണവ് നിൻ്റെ നല്ലതിന്. എന്താ അമ്മ പറയുന്നത്? അമ്മ പലതും അറിഞ്ഞ് സംസാരിക്കുന്നത് പോലെ. അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അമ്പലത്തിൽ പോകുന്നത് അവൾ എങ്ങനെ അറിഞ്ഞു? ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു? ഏട്ടത്തി ഒന്നും അറിയാത്തതുപോലെ വണ്ടിയിൽ കയറുകയും പിന്നീട് ശിവാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് എങ്ങനെ? അതിന് അമ്മ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുന്ന പാറു ആകെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രണവ് പറയണേ, ഇനി അമ്മ ഒരക്ഷരം ശബ്ദിക്കരുത്. നാളെ ഏട്ടത്തിയെ കാണാൻ ഞാൻ സെല്ലിനുള്ളിലോട്ട് ചെല്ലും. എന്നിട്ട് ഏട്ടത്തിക്കുള്ള ശിക്ഷ അവിടെ വെച്ച് ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന ആ ഒരു രംഗമാണ്. അങ്ങനെ നിധി ഇങ്ങനെ അവിടെ ഇങ്ങനെ കോടതി വളപ്പിൽ ജയിൽ പറമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയം ഒരാൾ നിധിയെ കാണാൻ വന്നിട്ട് പറയാണ്, നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി തകർന്ന മനസ്സുമായി നിധി മുന്നോട്ട് വരികയാണ്. പിന്നീട് കാണുന്ന കാഴ്ച പാറുവിനെയും പ്രണവിനെയും അവരെ കാണുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് പാറു നിധിയുടെ കൈവിരൽ പിടിക്കാൻ, എന്നിട്ട് മോളെ നിനക്ക് എന്താ ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ അമ്മ ഈ പറയുന്നത്? ജയിലിനുള്ളിൽ ആർക്കെങ്കിലും സുഖമുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആ അവസ്ഥയാണ് എനിക്ക് എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മോളെ എന്നാലും നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ട ഈ അമ്മക്ക് വന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രണവ് പറയണേ, ഏട്ടത്തി നിങ്ങൾ ഇത്രയും ക്രൂര മനസ്സിനുടമയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എൻ്റെ 2 കുഞ്ഞുങ്ങളല്ലേ ശിവാനിയുടെ വയറ്റിൽ, അവരെ എന്തിനാണ് ഏട്ടത്തി ഇല്ലാതാക്കിയത്? അത് കേട്ട ഉടൻ തന്നെ നിധി പറയാണ്, പ്രണവ് ഞാൻ ഒരിക്കലും ഇല്ലാതാക്കിയിട്ടില്ല. നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതോ അല്ല പ്രണവ്. അവൾ എന്ന് പറയുമ്പോഴേക്കും ആ സത്യം വെളിപ്പെടുത്താനാവാതെ രണ്ടുപേരും വാ പൊളിച്ച് നിൽക്കണം കേട്ടോ. ഈ സമയം വെളിപ്പെടുത്തിയിട്ടും കാര്യമില്ല. കാരണം മോഡൽ കൊണ്ട് ആകെ പുകമറയിൽപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ പ്രണവിന്. ശിവാനി എന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ശിവാനിക്കാണെങ്കിലോ തന്ത്രങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രണവിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇതേ സമയം ഏട്ടത്തി ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചോദിക്കണേ. ഏട്ടത്തി നിങ്ങളെ ഞാൻ ദൈവതുല്യമായിട്ടാണ് ഏട്ടനെയും ഏട്ടത്തെയും കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി വീട് വിട്ടിറങ്ങി സ്വത്തുക്കൾ പേരിലാക്കാൻ, നിങ്ങളെ വീട്ടിലോട്ട് തിരികെ കൊണ്ടുവരാനും നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടാനും ഒരുപാട് പ്രാർത്ഥിച്ചവനും കടഞ്ഞ് ശ്രമിച്ചവനുമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, സത്യത്തിൽ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയോ? ഇല്ല പ്രണവ്, ഞാൻ ഇല്ലാതാക്കാൻ നോക്കിയില്ല. അപ്പോൾ പിന്നെ അമ്പലത്തിൽ ആരാണ് മയക്ക് കൊടുത്തത്? അത് കേട്ട ഉടൻ തന്നെ പ്രണവിൻ്റെ മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ തന്നെയാണ് മയക്ക് കൊടുത്തത്. അപ്പോൾ നീ ഏട്ടത്തി ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചതാണോ? അതെ, ഞാൻ ഒന്നും അറിയാത്തതുപോലെ ശിവാനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞാൻ അഭിനയിച്ചതാണ്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ്, ഏട്ടത്തി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ട പ്രണവ് നിനക്കെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മതി, എനിക്കിനി അധികം ഒന്നും അറിയണ്ട. നിങ്ങളുടെ വായിൽ നിന്ന് എല്ലാം ഞാൻ കേട്ടു. നിങ്ങൾ ഇത്രയും ഭീകര ജീവിയാണെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളൊരു മനുഷ്യ ജന്മം തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുമ്പോൾ പാറു മോനെ അവൾക്ക് പറയാനുള്ളതൊന്ന് പറയുമെന്ന് പറയട്ടോ. ഈ സമയം പ്രണവ് പറയണേ, ഇവർക്ക് പറയാനുള്ളതൊന്നും പറയണ്ട. ഇവരുടെ വാക്കുകൾ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ഇവരെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത് അതെൻ്റെ മനസ്സിന് എത്രമാത്രം മുറിവേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് അവിടെ നിന്നും പോകുമ്പോൾ പ്രണവ് എന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കരഞ്ഞും കൊണ്ട് വിളിക്കുന്നുണ്ട്. പിന്നീട് പാറുവിനോട് പറയുന്നുണ്ട്, അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, അല്ല ഇതിന് ഒത്താശ അമ്മയും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരക്ഷരം മിണ്ടാനാവാതെ അങ്ങനെ പകച്ചു നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം നിധിയെ വിട്ട് പ്രണവ് പോകുമ്പോൾ അവനെൻ്റെ തെറ്റുകൾ മനസ്സിലാക്കും. അമ്മേ സാരമില്ല, അവനിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയെങ്കിലും നാളെ അവൻ എൻ്റെ മുന്നിലോട്ട് വരും അമ്മേ, അതെനിക്ക് സങ്കടമില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീട് പ്രണവ് പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പാറു അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. പാറു പ്രണവിനെ കണ്ട പാടെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്തിനാ അമ്മ ഇവർക്ക് മുന്നിൽ വരുന്നത്? എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഇവരെ ഇനി മേലിൽ കാണാൻ പാടില്ല. ഇവരെ ഏട്ടത്തി വിളിച്ച എൻ്റെ നാക്ക് പോലും. മോനെ നീ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അവർ തന്നെ സമ്മതിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ശിവാനിക്ക് മയക്ക് കൊടുത്തുവന്ന്. പിന്നെ എന്താ അതിൽ പറയാൻ? നമുക്ക് കയറുന്നുണ്ട്, മതി ഈ സംസാരം എവിടെ വെച്ച് നിർത്തുക എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്.